7 മൂന്നാമത്തെ അധ്യായം 26-27 വാക്യങ്ങൾ. നീർവാതിൽ, വാട്ടർ ഗേറ്റ്. നീർവാതിൽ അല്ലെങ്കിൽ വാട്ടർ ഗേറ്റ്. മൂന്നാമത്തെ അധ്യായം 26-27 വാക്യങ്ങൾ. ഇവിടെ നെഹമ്യാവിൻ്റെ പുസ്തകത്തിൽ തന്നെ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം 8-ാമത്തെ അധ്യായം 1-3 വാക്യങ്ങൾ. 8-ാം അധ്യായം 1-3 വാക്യങ്ങൾ. 1, 2, 3 വാക്യങ്ങൾ. എസ്രാ ശാസ്ത്രി, ദൈവവചനം പഠിപ്പിച്ചിരുന്ന ശാസ്ത്രിയാണ് എസ്രാ. അദ്ദേഹം നീർവാതിക്കൽ ഇരുന്ന് ദൈവവചനം ധ്യാനിക്കുകയും പഠിപ്പിക്കുകയും ചെയ്തു എന്നാണ്. എസ്രാ ശാസ്ത്രി നെഹമ്യാവിൻ്റെ പുസ്തകം 8-ാമത്തെ അധ്യായത്തിൽ പ്രതിപാദിക്കുന്നത് എസ്രാ ശാസ്ത്രി അവിടെ ഇരുന്ന് നീർവാതിക്കലിരുന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. 8-ാം അധ്യായം 1, 2, 3 വാക്യങ്ങൾ. അങ്ങനെ ഇസ്രായേൽ മക്കൾ തങ്ങളുടെ പട്ടണങ്ങൾ പാർത്തിരിക്കുമ്പോൾ 7-ാം മാസത്തിൽ സകല ജനവും നീർവാതിലിന് മുമ്പിലുള്ള വിശാല സ്ഥലത്ത് വരുമനപ്പെട്ട് വന്നുകൂടി. യഹോവ ഇസ്രായേലിന് കൽപ്പിച്ചു കൊടുത്ത മോശയുടെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവരുവാൻ എസ്രാ ശാസ്ത്രിയോട് പറഞ്ഞു. 7-ാം മാസം 1-ാം തീയതി എസ്രാ പുരോഹിതൻ പുരുഷന്മാരും സ്ത്രീകളും കേട്ട് ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരുമായ സഭയുടെ മുമ്പാകെ ന്യായപ്രമാണം കൊണ്ടുവന്നു. നീർവാതിലിനെതിരെയുള്ള വിശാല സ്ഥലത്ത് വച്ച് രാവിലെ തുടങ്ങി ഉച്ചവരെ പുരുഷന്മാരും സ്ത്രീകളും ഗ്രഹിപ്പാൻ പ്രാപ്തിയുള്ള എല്ലാവരും കേൾക്കെ ന്യായപ്രമാണ പുസ്തകം വായിച്ചു. സർവ്വജനവും ശ്രദ്ധിച്ചു കേട്ടു. ഈ ആവശ്യത്തിന് ഉണ്ടാക്കിയിരുന്ന ഒരു പ്രസംഗപീഠത്തിൽ എസ്രാ ശാസ്ത്രി കയറി നിന്നു. അവൻ്റെ അരികെ വലതുഭാഗത്ത് മധ്യാവ്, ഷേമ, അനായാവ് തുടങ്ങിയവരും നിന്നിരുന്നു. ഈ വായിച്ച വേദഭാഗത്തിൻ്റെ ഉള്ളടക്കം: എസ്രാ ശാസ്ത്രി നീർവാതിലിന് അടുത്തുള്ള വിശാലമായ സ്ഥലത്ത് ജനത്തെ വിളിച്ചുകൂട്ടിയ ശേഷം കർത്താവിൻ്റെ ന്യായപ്രമാണ പുസ്തകം കൊണ്ടുവന്ന് വായിച്ചു. എല്ലാ ജനവും കേട്ടു. പുരുഷന്മാർ സ്ത്രീകളെ എല്ലാവരെയും വിളിച്ചുകൂട്ടി ന്യായപ്രമാണം വിശദീകരിച്ചു കൊടുത്തു. പ്രസംഗപീഠത്തിൽ കയറിയെന്ന് അവനത് പ്രസംഗിച്ചു. നീർവാതിൽ ദൈവവചനത്തിൻ്റെ വാതിലാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നമ്മെ ശക്തീകരിക്കുന്നതാണ്, നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്, നമ്മെ നേർവഴിയിലേക്ക് നയിക്കുന്നതാണ്, നാം എങ്ങോട്ട് പോകേണ്ടു എന്ന് നയിക്കുന്നതാണ്. പൂവ് വാടിപ്പോകും, പുല്ല് ഉണങ്ങിപ്പോകും, അവൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. ന്യായപ്രമാണം ജനത്തിന് ഉപദേശിച്ചു കൊടുത്തു. യാതൊരു വാലും ചേലും ഇല്ലാതെ നടന്ന ഇസ്രായേൽ ജനതയെ വാലും ചേലുമുള്ള ഒരു സമൂഹമാക്കി മാറ്റാൻ ദൈവം മോശ മുഖാന്തരം കൽപ്പിച്ചാക്കിയതാണ് 10 കൽപ്പനകൾ. അതിനുശേഷമുള്ള ധാരാളം കൽപ്പനകൾ, പുതിയ നിയമവിശ്വാസികൾക്ക് ലഭിച്ചിരിക്കുന്ന ധാരാളം കൽപ്പനകൾ, കർത്താവും അപ്പോസ്തലന്മാരും നൽകിയിട്ടുള്ള ധാരാളം കൽപ്പനകൾ, സഭ നൽകിയിട്ടുള്ള ധാരാളം ഉപദേശങ്ങൾ, പൂർവ്വപിതാക്കന്മാർ പഠിപ്പിച്ചിട്ടുള്ള ഉപദേശങ്ങൾ, ദൈവിക പിതാക്കന്മാർ പകർന്നു വന്നിട്ടുള്ള പാരമ്പര്യങ്ങൾ, ഇതെല്ലാം നമുക്ക് ജീവിക്കാൻ, നമുക്ക് പാലിക്കാൻ, നമുക്ക് പഠിക്കാൻ, നമുക്ക് അനുവർത്തിക്കാൻ തന്നിട്ടുള്ള പാഠങ്ങളാണ്. യാതൊരു ചട്ടവും ചിട്ടയുമില്ലാത്തൊരു ജീവിതം എങ്ങും എത്തില്ല. നമ്മുടെ സാധാരണ ഭവനങ്ങളിൽ പോലും ഒരു കാലത്ത് എൻ്റെയൊക്കെ ചെറുപ്പത്തിലും വീട്ടിലുള്ള എല്ലാവരും ഒന്നു ചേർന്നിരുന്ന് ദൈവവചനം വായിക്കുകയും പഠിക്കുകയും ധ്യാനിക്കുകയും ദൈവകാര്യങ്ങളിൽ നിന്ന് ആരെങ്കിലുമൊക്കെ പറഞ്ഞു തരികയും ചെയ്യുമായിരുന്നു. ദൈവവചനം പ്രസംഗിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം കൊച്ചുകുഞ്ഞുങ്ങളെല്ലാം വന്ന് ഫ്രണ്ടിൽ വന്നിരിക്കുമായിരുന്നു. സൺഡേ സ്കൂൾ വിദ്യാർത്ഥികളെല്ലാം ഫ്രണ്ടിൽ വന്നിരുന്ന് ശ്രദ്ധിക്കുമായിരുന്നു. ദേവാലയ ആരാധനയെ വന്നാൽ കുഞ്ഞുങ്ങളെല്ലാം ഫ്രണ്ടിൽ വന്നിരിക്കുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുന്ന കുഞ്ഞുങ്ങളെ ചെവിക്ക് പിടിക്കാൻ
പുറകിൽ പ്രായമുള്ള ആളുകളിൽപ്പുണ്ടായിരുന്നു. ഇന്നാരെയും ഉപദേശിക്കുന്ന ആർക്കും ഇഷ്ടമല്ല, ആരും ഉപദേശിക്കാൻ തയ്യാറല്ല, അവരുടെ മാതാപിതാക്കളും അതിനെ അക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറല്ല. ചിട്ടയും ചട്ടവുമുള്ള ഒരു ജീവിതം, അതാണ് ഈ വാതിലിൽ പഠിപ്പിച്ച, നേർവാതിൽ പഠിപ്പിച്ച പാഠം. ദൈവത്തിൻ്റെ ന്യായപ്രമാണം ധ്യാനിക്കുകയും ചിന്തിക്കുകയും അവ മനനം ചെയ്യുകയും ചെയ്യുന്ന അങ്ങനെയുള്ള ഒരു വാതിൽ. ഈ വാതിൽ നാം പുതുക്കി പണിയേണ്ടതുണ്ട്. ഇത് അനേക വീടുകളിൽ പൊളിഞ്ഞു കിടക്കുകയാണ്. അനേക കുഞ്ഞുങ്ങൾക്ക് ധാരാളം പുസ്തകങ്ങൾ വായിക്കുന്നവരുണ്ട്. പക്ഷേ ദൈവവചനത്തിൻ്റെ താളുകളിലെ ഒരു അധ്യായം പോലും വായിക്കാത്ത ധാരാളം ചെറുപ്പക്കാരും ധാരാളം പ്രായമുള്ളവരും ഇന്നും നമ്മുടെ സമൂഹത്തിലുണ്ട് എന്നുള്ളത് സത്യമാണ്. അവർക്ക് ലോകത്തിലെ ധാരാളം കാര്യങ്ങളെക്കുറിച്ചറിയാം. പക്ഷേ ദൈവവചനത്തിൻ്റെ താളുകളിൽ അവർക്ക് പലതും പരിചയമില്ലാത്ത അവസ്ഥയാണ്. ഇവിടെയാണ് പുതുക്കിപ്പണിയേണ്ട ഏഴാമത്തെ വാതിൽ, നേർവാതിൽ അഥവാ തിരുവചനത്തിൻ്റെ വാതിൽ. എസ്രാ ശാസ്ത്രി പഠിപ്പിച്ചതുപോലെ ഈ പഠിപ്പിക്കാനും അത് പഠിക്കുന്നത് കേൾക്കാനും തയ്യാറാകുന്ന, പഠിപ്പിക്കാൻ തയ്യാറാകുന്ന എസ്രാ ശാസ്ത്രിമാർ ഇന്ന് കാലഘട്ടത്തിൻ്റെ ആവശ്യമാണ്. നമ്മൾ സാധാരണ വിശുദ്ധ കുർബാനയിൽ പ്രാർത്ഥിക്കും, കർത്താവേ നിൻ്റെ സത്യോപദേശത്തെ ശരിയായി പഠിപ്പിക്കുന്ന ഇടയന്മാരെ അതിൽ എഴുന്നേൽപ്പിക്കണമേ എന്ന്. ദൈവവചനം പഠിപ്പിക്കുകയും അത് പ്രസംഗിക്കുകയും ചെയ്യേണ്ടത് ഈ കാലത്തിൻ്റെ ആവശ്യമാണ്. ഇന്ന് മനുഷ്യർക്ക് അപ്പത്തിന് വേണ്ടിയുള്ള വിശപ്പല്ല, വെള്ളത്തിന് വേണ്ടിയുള്ള ദാഹമല്ല, തിരുവചനത്തിന് വേണ്ടിയുള്ള ദാഹവും വിശപ്പുമുണ്ട്. അത് സമയാസമയങ്ങളിൽ ജനത്തിന് നൽകാനുള്ള കടപ്പാട് ഞങ്ങളെപ്പോലുള്ള ചുമതലക്കാർക്കുമുണ്ട്. അത് ശ്രദ്ധിക്കാനുള്ള കടപ്പാട് ജനത്തിനുമുണ്ട്. അവിടെ യശാശാസ്ത്രിമാരുടെ ആവശ്യമുള്ള ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്.